പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ തിരുസന്നിധിയിലായിരിക്കുവാൻ വലിയ കൂട്ടായ്മയില് ദൈവം നമ്മെ കൂട്ടിച്ചേർത്തതിനെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. പ്രത്യേകിച്ച് നമുക്ക് യോസേപ്പ് പിതാവിന്റെയും പരിശുദ്ധ അമ്മയുടെയും ഉണ്ണീശോയുടെയും ആ വലിയ ആ ഒരു മാതൃകയും ആ കൃപ നിറഞ്ഞ ജീവിതവും നമ്മുടെ കുടുംബത്തിലും മക്കൾക്കുമൊക്കെ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. അതിനുവേണ്ടി യോസേപ്പ് പിതാവിന്റെയും പരിശുദ്ധ അമ്മയുടെയും ഉണ്ണീശോയുടെ സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് ആവശ്യപ്പെട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, തിരുക്കുടുംബത്തിന്റെ സാന്നിധ്യത്തില് അങ്ങയുടെ മക്കളായി ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മക്കളെയും ചേർത്ത് പിടിച്ചിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, തിരുക്കുടുംബത്തിൽ നിറഞ്ഞ കൃപ ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ മക്കളിലും നിറയപ്പെടട്ടെ. ഈശോയെ പോലെ ഞങ്ങളുടെ മക്കൾ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിന്റെയും മനുഷ്യന്റെ മുമ്പില് പ്രീതിയിലും വളർന്നു വരുവാൻ ഇടയാകട്ടെ. അതിനായിട്ട് വലിയ അഭിഷേകത്താലും കൃപകളാലും ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ ഐക്യപ്പെടുത്തണമേ, കൃപയിൽ നിറയ്ക്കണമേ, ശക്തിപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇപ്പോൾ മക്കൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങൾക്ക് സമർപ്പിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായ എല്ലാ സന്തോഷവും സമാധാനവും കൃപയും നിറച്ച് നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ, ധന്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വലിയൊരു മേഖല, നമ്മുടെ മക്കള് അനുസരിച്ച് സ്വീകരിച്ച് നല്ലത് ഗുണദോഷങ്ങൾ മനസ്സിലാക്കി ജീവിക്കാൻ വേണ്ട വലിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. കാരണം നമ്മുടെ മക്കൾക്ക് ഇന്ന് ഉപദേശം വേണ്ട, നല്ലത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. കാരണം വേറൊന്നുമില്ല, നമ്മുടെ മക്കൾ കാണുന്ന സിനിമകള്, കളിക്കുന്ന ഗെയിമുകള്, ഇടപെടുന്ന കൂട്ടുകെട്ടുകള്, ബന്ധങ്ങള്, ഇതെല്ലാം തന്നെ തിന്മയിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ. നന്മ പ്രൊമോട്ട് ചെയ്യുന്ന സിനിമകളോ, നന്മയിൽ വളർത്തുന്ന ഗെയിമുകളോ, നന്മയിൽ വളർത്തുന്ന സീരിയലുകളോ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, റീലുകള്, ഇതൊന്നുമില്ല. എല്ലാം തന്നെ എന്ന് വേണമെങ്കിൽ പറയാം ഈ തിന്മയെ പ്രൊമോട്ട് ചെയ്യുന്ന, അതിനെ മഹത്വവൽക്കരിക്കുന്ന അനേകം പേര്. പിന്നെ അതൊരു വശത്താണെങ്കിൽ മറുവശത്ത് നമ്മുടെ മക്കൾക്ക് തിന്മ മതി, വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നവര്, വെളിച്ചമായ വസ്ത്രധാരണം വന്നാൽ പെട്ടെന്ന് അനുകരിക്കുന്നവര്, ലോകത്തിന്റെ കാര്യങ്ങളെ പിന്നാലെ പോകുന്നവര്, ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കർത്താവിന്റെ സന്നിധിയില് നമ്മുടെ മക്കൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കേണ്ട വലിയ മേഖലയാണ് ദൈവികമായ ചൈതന്യത്താൽ നിറയപ്പെട്ട്, ദൈവിക ജ്ഞാനത്താൽ നിറയപ്പെട്ട്, വലിയ കൃപയാൽ നിറഞ്ഞ്, വചനമനുസരിച്ച് ഉപദേശങ്ങൾ സ്വീകരിച്ച് നന്മയിൽ നമ്മുടെ മക്കൾ വളരണം. ഇന്ന് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചനം സുഭാഷിതങ്ങളുടെ പുസ്തകത്തില് 29-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വചനം. ഇവിടെ പറയാണ്, കൂടെ കൂടെ ഗുണദോഷിക്കപ്പെട്ടിട്ടും മർക്കട മുട്ടി പിടിച്ചിരിക്കുന്നവൻ രക്ഷപ്പെടാനാകാത്ത തകർച്ചയിൽ പെട്ടെന്ന് നിബദിക്കും. ഇത് കൂടെ കൂടെ ഗുണദോഷിക്കപ്പെടുന്നു, എന്നാൽ മക്കള് സ്വീകരിക്കുന്നില്ല. മർക്കട മുട്ടി എന്ന് പറഞ്ഞാല്, മർക്കടന്റെ മുട്ടി എന്ന് പറഞ്ഞാല് ഇങ്ങനെ പറയാറുണ്ട്, ഈ കുരങ്ങന്മാരെയൊക്കെ പിടിക്കാൻ വേണ്ടി മർക്കടൻ, കുരങ്ങിനെ പിടിക്കാൻ വേണ്ടി ചെറിയ വാവട്ടമുള്ള കുടത്തില് ഉള്ളില് ഉണ്ട ശർക്കര വെച്ചിട്ട് അവര് ഒരു മരത്തെ കെട്ടിവെക്കും. ആ കെടി വെക്കുന്നവര് ഈ കുരങ്ങൻ കയറിയിട്ട് കൈ ഇങ്ങനെ ഇടും കൈ, അപ്പൊ കയറി പോകും. എന്നിട്ട് ഉണ്ട ശർക്കര പിടിക്കും, പിന്നെ വലിച്ച് എടുക്കാൻ നോക്കിയാ കൈ പോരില്ല. അങ്ങനെ ഈ കുരങ്ങൻ ആ കെണി കുടുങ്ങും. എന്നാല് ഈ കുരങ്ങൻ കൈയിട്ട് പിടിച്ചു, ശർക്കര പിടിച്ചു, ഒന്ന് മാന്തി നോക്കി, രുചിച്ചു നോക്കി, ശർക്കര ഒരു പ്രത്യേക ഒരു മധുരമൊക്കെ ഉണ്ട്. ഏത് പാപത്തിനും ഏത് മ്ലേച്ഛതയ്ക്കും ഒരു ചെറിയ സുഖമൊക്കെ ഉണ്ട്, മധുരമൊക്കെ ഉണ്ട്. അപ്പോ ഈ മധുരം തൊട്ട് ഒരു മുറുകെ പിടിക്കും ഉണ്ട ശർക്കര. എന്നിട്ട് അവൻ ഇങ്ങ് വലിക്കാൻ നോക്കും, പോരില്ല. അപ്പോഴേക്കും കെണി വെച്ചവൻ വടിയോ കമ്പിപ്പാരയോ കൊണ്ടുവരും. ആ സമയത്ത് കാണാൻ വരുന്നത് അവരെന്ത് ചെയ്താൽ മതി, ആ ശർക്കര വിട്ടിട്ട് കൈ ഊരിയെടുക്കാം. പക്ഷെ മർക്കടന്റെ പണി എന്ന് പറഞ്ഞാൽ പിടിച്ചാ പിടിപിടില്ല. എത്ര തല്ല് കിട്ടിയാലും, എത്ര കമ്പിട്ടിട്ടടിച്ചാലും, എത്ര തലപ്പട്ടക്കിട്ടടിച്ചാലും ഇത് വിടില്ല. അങ്ങനെ ആ പിടി അങ്ങനെ തന്നെ നിൽക്കും, അവനെ തല്ലിക്കൊല്ലും.
ഇതാണ് മർക്കട പൊട്ടി. നാശത്തിലേക്കാണ്, തകർച്ചയിലേക്കാണ്, മരണത്തിലേക്കാണ് ശത്രു വരുന്നുണ്ട്. എന്നാലും ആ സുഖത്തിനെ പിടിച്ചിട്ട് അത് വിടാത്ത ഒരു പിടി മർക്കട മുട്ടി പിടിച്ചിരിക്കുന്നവൻ എന്താണ് വചനം പറഞ്ഞത്? രക്ഷപ്പെടാനാകാത്ത തകർച്ചയിൽ പെട്ടെന്ന് നിബന്ധിക്കും. അനേക മക്കൾക്ക് പറ്റിയ ദുരന്തത. ചിലരെ കയറി പിടിച്ചു വിടില്ല. സ്നേഹബന്ധം, കൂട്ടുകെട്ട്, ചില അടിമത്തങ്ങള്, ദുശീലങ്ങള്, തർക്കദോഷങ്ങള്, മൊബൈല്, അല്ലെങ്കിൽ ചില സ്ഥലങ്ങള്, ആ സുഖത്തെ പിടിച്ചിരിക്കുക. അത് വിട്ടാണ്ടല്ലോ ആ കൊച്ച രക്ഷപ്പെടും. അതുകൊണ്ട് മക്കളെ, ഈ ഒരു അവസ്ഥയില് വചനം സാക്ഷ്യപ്പെടുത്തി ബന്ധപ്പെടുത്തി പറഞ്ഞ് കൂടെ കൂടെ ഗുണദോഷിക്കപ്പെട്ടിട്ടും മർക്കട മുട്ടി പിടിച്ചിരിക്കുന്ന വ്യക്തി രക്ഷപ്പെടാനാകാത്ത തകർച്ചയിൽ പെട്ടെന്ന് നിബന്ധിക്കും. നമുക്കൊരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കള് ഗുണദോഷങ്ങള് ശരിക്കും മനസ്സിലാക്കട്ടെ. നന്മ തിന്മകളെ വിവേചിച്ചറിയട്ടെ. ജീവനും മരണവും വിവേചിച്ചറിയട്ടെ. അഗ്നിയും ജലവും വിവേചിച്ചറിയട്ടെ. എന്നിട്ട് നല്ലത് തെരഞ്ഞെടുക്കാൻ, ജീവനെ തെരഞ്ഞെടുക്കാൻ, നന്മ തെരഞ്ഞെടുക്കാൻ, വിശുദ്ധി തെരഞ്ഞെടുക്കാൻ, അല്ലാത്ത നൈമിഷികമായ സുഖത്തിനു വേണ്ടി, അല്പസമയത്തെ ഒരു മധുരത്തിനു വേണ്ടി ജീവിതം മുഴുവനും നശിപ്പിക്കുന്ന ഗതികെട്ട അവസ്ഥയിൽ നിന്ന് നമ്മുടെ മക്കൾ മാറണം. അതിന് ദൈവത്തിന്റെ ചൈതന്യം, സ്വർഗത്തിന്റെ പ്രകാശം വേണം. സ്വർഗത്തിന്റെ പ്രകാശം അഗസ്തീനോസിന് ലഭിച്ച പോലെ, അനേകം കഠിന പാപികൾക്ക് ലഭിച്ച പോലെ, ഫ്രാൻസിസ് സേവറിന് ലഭിച്ച പോലെ, മക്കളെ ആ ഒരു സ്വർഗത്തിൽ നിന്നുള്ള പ്രകാശം നമ്മുടെ മക്കൾക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. എനിക്കറിയാം, അങ്ങനെ ബോധ്യം ലഭിച്ച അനേക മക്കള് എനിക്ക് വ്യക്തിപരമായി അറിയാം. അത് ഇതൊക്കെ മാറി ബന്ധങ്ങൾ വിട്ട്, ശീലങ്ങൾ വിട്ട്, കൂട്ടുകെട്ട് വിട്ട് തമ്പുരാനിക്ക് അടുത്ത് രക്ഷപ്പെട്ട് ജീവിക്കുന്ന അനേക മക്കളെ അച്ഛൻ അറിയാം. പക്ഷെ അതിനുള്ള കൃപ കിട്ടി. നമ്മൾ പറയാണ് മക്കളെ, മാതാപിതാക്കളെ, ഈ ഒരു അഭിഷേകം ഇത് സ്വർഗത്തിൽ നിന്ന് കിട്ടണം. ഈ കൃപ സ്വർഗത്തിൽ നിന്ന് കിട്ടണം. ഈ തിരിച്ചറിവ്, അതിനുവേണ്ടി നമ്മൾ മക്കൾക്ക് വേണ്ടി ശരിക്കും ഇന്ന് ഒത്തിരി മക്കള് കണ്ണ് കെട്ടപ്പെട്ട്, ബന്ധിക്കപ്പെട്ട്, പിശാചിനാൽ മാത്രം നയിച്ച് നന്മ കാണാൻ പോലും പറ്റാത്ത വിധം, പ്രകാശം കാണാൻ പോലും പറ്റാത്ത വിധം കണ്ണ് കെട്ടപ്പെട്ട് അടയ്ക്കപ്പെട്ട് പോയിരിക്കുന്ന ഗതികെട്ട അവസ്ഥയുണ്ട്. ഈ മേഖലയ്ക്ക് വേണ്ടി എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ കരുവഴിച്ച് പ്രാർത്ഥിക്കണം. ആരാധനയിലും ഇന്നത്തെ പ്രാർത്ഥനകളിലും ഒക്കെ ഒരു അഭിഷേകത്തിന് പ്രാർത്ഥിക്കും. ഇത് കിട്ടിയാണ്ടല്ലോ നിങ്ങളുടെ മക്കൾ രക്ഷപ്പെടും, നമ്മുടെ മക്കൾ രക്ഷപ്പെടും. അതുകൊണ്ട് രക്ഷപ്പെടണോ? വേറെ ഒരു വഴിയില്ല. നമ്മുടെ മക്കൾക്ക് ഈ പ്രകാശം കിട്ടണം. നന്മ തിന്മകളെ വിവേചിച്ചറിയാൻ, ഗുണദോഷങ്ങളെ മനസ്സിലാക്കാൻ, ഉപദേശങ്ങളെ സ്വീകരിക്കാൻ, സത്യം തിരിച്ചറിയാൻ, വചനമാകുന്ന സത്യം സ്വന്തമാക്കാൻ നമ്മുടെ മക്കൾക്ക് എന്ത് വേണം? ഈ ഒരു പ്രകാശം, ഈ ഒരു അഭിഷേകം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആരാധനയിൽ ഇന്ന ദിനം നമ്മുടെ കരുണക്കൊന്തയും ജപമാലയും മറ്റെല്ലാ പ്രാർത്ഥനകളും സുഹൃത്ത് ജപങ്ങളും മക്കൾക്ക് വേണ്ടിയുള്ള എല്ലാ നിയോഗങ്ങളും ഈ ഒറ്റ കാര്യത്തിനാകട്ടെ. ഞങ്ങളുടെ മക്കൾ ഗുണദോഷങ്ങളെ സ്വീകരിക്കാൻ, ഉപദേശങ്ങളെ സ്വീകരിക്കാൻ, നന്മ തെരഞ്ഞെടുക്കാൻ വേണ്ട പ്രകാശം നിറച്ച്, അഭിഷേകം നിറച്ച് ആ ഒരു തിരിച്ചറിവ് നൽകി ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട മക്കളെയും അനുഗ്രഹിക്കട്ടെ. കൂട്ടായ്മയിൽ കരങ്ങൾ ഉയർത്തി ഒരേ മനസ്സോടെ ഈ അഭിഷേകത്തിനായി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ മക്കളെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളെല്ലാ മക്കളെയും അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കാലഘട്ടത്തില് ഞങ്ങളുടെ മക്കൾക്ക് ആവശ്യമായ എല്ലാ കൃപയും അനുഗ്രഹങ്ങളും അഭിഷേകവും അവരുടെ ജീവിതത്തിൽ ലഭിക്കാനും, അവരുടെ പഠന മേഖല, ജോലി മേഖല, ഭാവി ജീവിതം അനുഗ്രഹിക്കപ്പെടാനും വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങളെല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തില്, അവരുടെ നിയോഗങ്ങളില് അവിടുന്ന് അതിശക്തമായിട്ട് ഇടപെടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി കൂടെ കൂടെ ഗുണദോഷിക്കപ്പെട്ടിട്ടും മർക്കട മുട്ടിപ്പിടിച്ച് അനുസരിക്കാതെ ചില തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന മക്കളും, നാശത്തിലേക്ക് നയിക്കുന്ന, തകർച്ചയിലേക്ക് നയിക്കുന്ന, ജീവിതത്തെ മുഴുവനും എന്ന പോലെ തകർത്ത് കളയുന്ന ചില മേഖലകളിൽ മുറുകെ പിടിച്ച്
അതിൽ നിൽക്കുന്ന മക്കൾ ഞങ്ങൾ കണ്ടു. മർക്കടമുട്ടിയുടെ അവസ്ഥകൾ കർത്താവെ, ഞങ്ങളുടെ മക്കളെ അങ്ങനെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു. തിരുക്കുടുംബത്തില് ഈശോയെ അങ്ങ് അനുസരിച്ച് ജ്ഞാനത്തിൽ വളർന്ന പോലെ ഞങ്ങളുടെ മക്കള് അങ്ങയിൽ വളരുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളുടെ മക്കളിലേക്ക് അങ്ങയുടെ പ്രകാശം നിറയട്ടെ, അങ്ങയുടെ ശക്തി വ്യാപരിക്കട്ടെ. അവർ പിടിച്ചിരിക്കുന്നത് നശിപ്പിക്കുന്ന, തകർക്കുന്ന, ജീവിതത്തെ തന്നെ ഇല്ലാതാക്കുന്ന, മരണത്തിലേക്ക് പോലും നയിക്കുന്ന കാര്യങ്ങളാണെന്ന് ഞങ്ങളുടെ മക്കൾ തിരിച്ചറിയട്ടെ. അങ്ങനെ ചില പിടികൾ വിട്ട്, ബന്ധങ്ങൾ വിട്ട്, കൂട്ടുകെട്ടുകൾ വിട്ട്, സ്വഭാവങ്ങൾ വിട്ട്, മൊബൈലിനെ പിടിവിട്ട്, ദുശീലങ്ങൾ വിട്ട്, തർക്കദോഷങ്ങൾ വിട്ട്, മദ്യപാനം വിട്ട്, ലഹരി വിട്ട്, ആ പിടിവിട്ട് ഞങ്ങളുടെ മക്കൾ തിരിച്ചു വരട്ടെ. അങ്ങയിലേക്ക്, കുടുംബത്തിലേക്ക്, സ്നേഹത്തിലേക്ക്, വിശുദ്ധിയിലേക്ക്, രക്ഷയിലേക്ക് ഞങ്ങളുടെ മക്കൾ തിരിച്ചു വരട്ടെ. അതിനുവേണ്ടി ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദിവ്യാനുസന്നതിയിലേക്ക് നമ്മുടെ എല്ലാ മക്കളെയും സ്നേഹത്തോടെ സമർപ്പിക്കാൻ. പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും കെണിപ്പെട്ട് കിടക്കുന്ന മക്കളെ, ഏതെങ്കിലും പിടിയിൽ മുറുകപ്പെട്ടിരിക്കുന്ന മക്കളെ, പിടിവിടാൻ പറ്റാത്ത അവസ്ഥകളുണ്ടെങ്കിൽ നിങ്ങൾ ഈശോയോട് പറ, കർത്താവേ ഈ പിടിയൊന്ന് പിടിയിച്ചു തരണം. എനിക്ക് ഈ ഒരു സുഖം, ഈ ഒരു സന്തോഷം വിട്ടുപേക്ഷിക്കാൻ പറ്റുന്നില്ല. അഭിഷേകത്തിന് വേണ്ടി മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കുക. മക്കൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. ചില സുഖം കിട്ടിയിട്ട്, ചില സന്തോഷം കിട്ടിയിട്ട്, ലഹരിയുടെ സുഖം, ജടിക പാപത്തിന്റെ സുഖം, സിനിമയുടെ സുഖം, കാഴ്ചയുടെ സുഖം, കേൾവിയുടെ സുഖം, സ്പർശനത്തിന്റെ സുഖം അത് ലഭിച്ചിട്ട് അതുമേ മുറുകെ പിടിച്ച് ഇന്ന് അനേക മക്കള് നശിച്ച് അടങ്ങി ഒടുങ്ങുന്നുണ്ട്. കർത്താവേ, ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൽ നിന്ന് ആ വലിയ ശക്തി ഞങ്ങളുടെ മക്കളിലേക്ക് അവിടുന്ന് പുറപ്പെടുവിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ സന്നിധിയിൽ നമ്മുടെ മക്കളെല്ലാം പരമേൽപ്പിച്ചുകൊണ്ട് ആശീർവാദത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, നമ്മുടെ മക്കളെല്ലാം സമർപ്പിച്ചുകൊണ്ട് വലിയ അഭിഷേകത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ ഈശോയേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാ പിടികളും വിട്ട് അങ്ങയുടെ മക്കൾ അങ്ങയിലേക്ക് തിരിച്ചു വരട്ടെ. അങ്ങയുടെ നാമത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്നു. ഈശോയെ അനുഗ്രഹിക്കണമേ.